ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞങ്ങളുള്ളത് കൊച്ചി മധുരൈ ദേശീയപാത നാഷണൽ ഹൈവേയിലാണുള്ളത്. ഇവിടെ ഫ്ലോറ ഫൗന എന്ന ഒരു പാർക്കിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഒരു കറക്റ്റ് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ അടിമാലിക്കും വാളറയ്ക്കും ഇടയ്ക്ക് 10-ാം മൈലിലാണ് ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒത്തിരി നാളായിട്ടില്ല, പുതിയ പാർക്കാണ് കേട്ടോ ഇത്. ഇതിൻ്റെ ഈ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ആണ്, ഇത് ഫ്രണ്ട് വ്യൂ ആണ്. ഫ്രണ്ടിൽ തന്നെ ഇത് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു കാള, അതുപോലെ തന്നെ വിട്ടിൽ, അങ്ങനെ കുറേ സംഭവങ്ങൾ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവർ. ഇന്ന് നമ്മൾ ഈ പാർക്കിലെ വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. എല്ലാവർക്കും നമുക്ക് പാർക്കിനുള്ളിലെ വിശേഷങ്ങൾ കാണാനായിട്ട്. ഇവിടുത്തെ ടിക്കറ്റ് ചാർജ് എന്ന് പറഞ്ഞാൽ 350 രൂപയാണ് കേട്ടോ ഒരാൾക്ക്. പിള്ളേർക്ക്, ചെറിയ പിള്ളേർക്കില്ല, 350 രൂപയാണ് ടിക്കറ്റ് ചാർജ്. അകത്തോട്ട് പ്രവേശിച്ച് കഴിയുമ്പോൾ തന്നെ ഒരു വലിയ ഓന്തിനെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്, നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വാട്ടർഫോൾസ് ക്രമീകരിച്ചിട്ടുണ്ട്. ഇതൊരു നൈറ്റ് ഒരു 6 മണിക്ക് ശേഷമുള്ള ഒരു വ്യൂ ആണ്. ലൈറ്റെല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് എടുത്ത ഒരു വ്യൂ ആണിത്. ഈ കാണുന്ന സ്റ്റാളിൽ മൊത്തം അലങ്കാര മത്സ്യങ്ങളെ അവർ സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. നമ്മൾ ഈ പോകുന്ന വഴിയിൽ ഈ ബ്രിഡ്ജിലൂടെയാണ് അപ്പുറത്തോട്ട് പാസ് ചെയ്യുന്നത്. ഈ ഫോൾസിൻ്റെ ഫ്രണ്ടിലെ ബ്രിഡ്ജിലൂടെയാണ് അപ്പുറത്തോട്ട് പാസ് ചെയ്യുന്നത്. നല്ല മനോഹരമായ ഒരു ഫാൾസാണിത്. എല്ലാത്തിനും പിടിക്കാം. കുറച്ച് നമ്മൾ ഈ അലങ്കാര മത്സരത്തിൻ്റെ തൊട്ട് ഇപ്പോൾ തന്നെ ഫുള്ള് മറ്റേ പെറ്റ്സാണ്, ബേഡ്സുകൾ, ഫുള്ള് ബേഡ്സുകളാണ്. അതിനകത്ത് നിറയെ ബേഡ്സുകളാണ്. ഈ കാണുന്നത് സൺ പാരിക്കേറ്റ്സ് എന്ന ഒരിനം തത്തയാണ്. ഇത് അമ്മ എടുക്കട്ടെ കൊച്ചു വരെ. ഇതിന്റെ പേരെന്താ? ഗ്രേ പാരറ്റ. ഇതുണ്ടോ? ഒന്നും ചെയ്യില്ല.
ചോദിച്ചാൽ അങ്ങോട്ട് ചെല്ലടാ. ഹലോ OTP വന്നാ OTP വന്നില്ലല്ലോ. നിങ്ങൾ നോക്കിയേ. ചോദിച്ചാൽ അവിടെ നോക്കാം. 83 വേണോ അതിനെ നമുക്ക് കൊണ്ടുപോയാലോ? 79 കൊണ്ടുപോകണോ? 93. ഇതിനെയോ? വെള്ളത്തിൽ കിടന്ന് കിളി ആരാ വെള്ളത്തിൽ കൊണ്ടുവരുന്നത്? കിളിയൻ മീനയല്ലേ വെള്ളത്തിൽ കിടന്നത്? ഇതിന്റെ പേരെന്താണെന്നറിയാവോ? വെള്ളപ്പാൻ. അതിനാ ആ അതെയോ? ആ കഴിക്കുക. നമ്മൾ ബേഡ്സുകളെ എല്ലാം കണ്ടിറങ്ങിയിട്ട് പോകുന്നത് ഒരു സ്ട്രീറ്റ് ഒട്ടകപ്പക്ഷിയുടെ ഒരു കൂടാണ്. 2 വലിയ ഒട്ടകപ്പക്ഷി ഇവിടെ ഉണ്ട്. ഇത് ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിവർഗത്തിൽപ്പെട്ട പക്ഷിയാണ് ഒട്ടകപ്പക്ഷി. ഓടാ. അടുത്ത കൗണ്ടർ എന്ന് പറയുന്നത് യമു ആണ്. യമു ഒട്ടകപ്പക്ഷി കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിപ്പത്തിൽ 2ാം സ്ഥാനം ഇവനാണ്, യമുവിനാണ് കേട്ടോ. യമു നമ്മുടെ അടുത്ത കൗണ്ടർ വരുന്നത് ഇത് വെള്ളവാത്ത ഗൂസിൻ്റെ കൗണ്ടറാണ്. അതിനകത്ത് 2 ഉണ്ട്, വലിയ 2 ഗൂസ് ഉണ്ട്. നമ്മളെ തൊട്ടടുത്ത് തന്നെ 2 കറുത്ത അരയനുണ്ട്. കറുത്ത അരയന കാലിന് ഒരെണ്ണത്തിന് കാലിനെന്തോ സംഭവിക്കുന്നുണ്ട്. ചെറിയ പ്ലാസ്റ്റിക് കെട്ടി. നമ്മൾ ഈ അരയന്നത്തിൻ്റെ കൗണ്ടർ കഴിഞ്ഞ് നെക്സ്റ്റ് കയറി പോകുന്നത് ഈ കുറേ താറാവുകളെ ഇട്ടേക്കുന്ന സ്ഥലമാണ്. ഇഷ്ടം പോലെ താറാവുകൾ ഇതിനകത്തുണ്ട്. താറാവിൻ്റെ കൂടാണ് നമ്മൾ ഈ സൈഡിൽ കാണുന്ന ഒരു വീട് പോലെ വന്നിരിക്കുന്നത്. അതിനകത്ത് മുട്ടയിട്ട് വെച്ചിട്ടുണ്ട് കൂട്ടില് കേട്ടോ. കണ്ടോ ഇത് ആ കൂടിനകത്തേക്ക് നോക്കി. താറാവല്ല അടിയിരിക്കുന്നത്. താറാവ് അടിയിരിക്കുന്നത്. നമ്മുടെ ഈ താറാവിൻ്റെ കൗണ്ടർ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഈ പറഞ്ഞാൽ ഒരു പാരറ്റുകളിലെ ഇട്ടായിരിക്കുന്ന വലിയ ഒരു കൗണ്ടറാണ് ഇത്. ഒന്ന് മക്കാവോ എന്ന് പറയുന്ന ഒരു ഇനം പാരറ്റാണ്. ഇവന് കൈക്ക് പാരാക്കിറ്റ് എന്ന് പറയുന്ന ഒരു സാധനമാണ്. ഇത് സൗത്ത് അമേരിക്കക്കാരനാണ് കേട്ടോ ഇരിക്കുന്നത്. ഈ കാണുന്നവൻ്റെ പേരാണ് ടുറാക്കോ. ഇവനൊരു ആഫ്രിക്കക്കാരനാണ്. ആഫ്രിക്കൻ ബേഡാണ്. നല്ല ഭംഗി അവനെ കാണാൻ. നല്ല നീളമുള്ള വാലും തലയിൽ നല്ല തൊപ്പിയും ഒക്കെ വെച്ച് നല്ല കളറുള്ള ഒരു സാധനം. അടുത്തത് നമ്മുടെ ഇതിനകത്ത് 2 ജെയിൻറ്റ് പ്രാവ് ഇരിപ്പുണ്ട്. ജെയിൻറ്റ് പ്രാവ് വലിയ പ്രാവാണ് കേട്ടോ. ഇവൻ്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ അടുത്ത ഒരു ഐറ്റം കിടക്കുന്നത്. ഇവൻ്റെ പേരാണ് പലാവൻ പീക്കോക്ക്.
പിന്നെ നമ്മൾ ഇങ്ങോട്ട് നീങ്ങി കഴിയുമ്പോഴത്തേക്ക് കുറേ ചെമ്മരിയാടുകളുണ്ട്. ഇത് കുള്ളൻ പശുവാണ്, കുള്ളൻ പശു. നമ്മൾ അടുത്ത കൗണ്ട് നോക്കുമ്പം അവിടെ ഫെനിക്സ് ഫോക്സ്, ചെറിയ കുറുക്കന്മാർ അതിൻ്റെ അടിയിൽ കിടന്ന് ഉറങ്ങുവാണ് കേട്ടോ. പുറത്തോട്ട് വന്നിട്ടില്ല, 2 എണ്ണം ഉണ്ട് അതിനടിയിൽ. ഇവൻ്റെ പേരാണ് എൽസ്റ്റൺ സ്റ്റീവ് ടോഷ്. ഇവന് ഭയങ്കര ഹാപ്പിയാട്ടോ അവിടെ വന്ന്. പിള്ളേരെല്ലാം കൊണ്ട് കാണിക്കേണ്ട ഒരു സ്ഥലം കേട്ടോ, നല്ല ഒരു ചിൽഡ്രൻ. ഈ കൗണ്ടർ മൊത്തം ഈ പറഞ്ഞ പോലെ വണ്ട്, എലി, തേള്, പാമ്പ്, അങ്ങനെ കുറേ ഐറ്റംസിനെ എത്തിക്കുന്ന സ്ഥലമാണ്. ഇതെന്നെ വില വരുന്നത് 90,000. 90,000. എങ്ങനെയുണ്ട്? അടിപൊളി, നല്ല സോഫ്റ്റാണ്. 90,000 രൂപയുടെ വാമ്പ. ഒരു മാലയ്ക്ക്, സ്വർണ്ണമാലയ്ക്ക് ഇത് മേടിച്ചോ 1,400,000 രൂപ അല്ലേ? അത് 1,400,000 രൂപ ആണോ? തിന്നാൻ കൊടുക്കാനാണോ? അല്ല, ഇത് ഹാംസ്റ്റർ, ഇത് വേറെ. അതിനെടുത്ത് അതിന്റെ ഡോള വെച്ച് കൊടുക്കാം. ഈ കിടന്ന് ഉറങ്ങുന്നത് കീരിയാണ് കേട്ടോ. ഇത് ഫുൾ ടൈം ഉറക്കമാണെന്നാണ് അവർ പറയുന്നത്. ആ കുറുക്കച്ചന് മുകളിൽ കയറി വന്നേ, ഒരെണ്ണം മുകളിൽ കയറി വന്ന് ഇരുന്നപ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത്. ഒരെണ്ണം താഴെ തന്നെ കിടന്ന് ഉറങ്ങുവാണ്. നമ്മളിത് കഴിഞ്ഞ് താഴോട്ട് ഇറങ്ങുമ്പോൾ തന്നെ കുറേ മുയലുകളെ ഇട്ടിട്ടുണ്ട്. ഇത് അങ്കോറ റാബിറ്റുകളാണ് കേട്ടോ ഇതിനകത്ത് കുറേ ഐറ്റം കിടക്കുന്നത്. ഇത് നമ്മുടെ നാട്ടുകോട എന്ന് പറയുന്ന ഒരു ആടാണ്, ഇന്ത്യൻ ആടാണ് ഇത്. നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങുന്ന വഴിക്ക് തന്നെ സൈഡിലൊരു സംഭവമുണ്ട്, VR, വിർച്വൽ റിയാലിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം. ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു ഈ സംഭവം. ആദ്യം ചെയ്തിരിക്കാൻ പറ്റുവേ, അതേപോലെ ഒരു സംഭവം ഭയങ്കര മൗണ്ടാണല്ലോടാ. ആരേക്ക് ഇങ്ങനെ ഇറങ്ങുന്നവനെ വന്നു കഴിയുമ്പോഴാ നമ്മളൊക്കെ അന്നേരം പുറത്തും പറ്റി കാണുമോ? അങ്ങനെ മൊത്തം പോകുന്നു. തത്തമ്മ ഇതേ കയറി മുട്ടയിട്ടിട്ട് ഇറങ്ങി നിൽക്കുന്ന ഭാവമാണ് കാണുന്നത്. തത്തമ്മ എന്ന് പറയുന്ന ജോബോനാണ് കേട്ടോ. നീയും വെച്ച നീ ഇരിക്കണ്ട, നീ ഇവിടെ എത്തിയാട്. നമ്മളെ എങ്ങനെയുണ്ട് മോനെ? മാക്സിമം പിടിച്ചിരുന്നോ? കുഴിയിലേക്കാണോ പോന്നെ? ചാടിയൊക്കെ അവരെ ഇറക്കം കഴിഞ്ഞാൽ പിന്നെ റെഡിയാണോ? മിണ്ടാത്തേ ഇറക്കം മാത്രമേ വിഷയമുള്ളൂ. കരഞ്ഞാ മാനം പോയില്ല. ഇറക്കം മാത്രമേ വിഷയമുള്ളൂ.
വാ വാ, നല്ല രസമാ. വാ. ആ, അവരിറക്കം കഴിഞ്ഞാൽ കുഴപ്പമില്ലായിരുന്നു അല്ലേ? എങ്ങനെയുണ്ട്? നിക്ക. തീരാറായോ? കല്ല് വീണോ? കല്ല് വീണോ? അല്ലല്ലാന്നോട് മോളിന്ന് ആ ഇറക്കം പോയിട്ട് കേറിയോ? എങ്ങോട്ടാ പോന്നെ? നിർത്താൻ പറയണ ഭയങ്കര കേട്ടോ. അവിടെ നിന്നോ? കേട്ട കേറി കേട്ടെ. നിർത്താൻ പറഞ്ഞോ. നിർത്തുന്നില്ല, മൊത്തം തീർന്നു. ഇത്രയും വലിയ ഓന്തൊക്കെ ഉണ്ടല്ലേ? ഇതിന്റെ ആയത്തൊക്കെ ഇനി പട്ടിയുടെ വിലയുള്ളൂ. അതിന്റെ ആയത്തൊക്കെ നമ്മളിതെല്ലാം കഴിയുമ്പോൾ ഒരു ട്രീ ഹൗസ് ആണ് വരുന്നത്. ഈ ട്രീ ഹൗസിൻ്റെ ഇതേ കൂടെ കയറി നമ്മൾ അപ്പുറയാണ് എത്തുമ്പോൾ ചിൽഡ്രൻസ് പാർക്കുണ്ട്. നിർത്താം, ഇവർ ചാടിപ്പോ. ഇതെന്നാ ചെയ്യുന്നത്? ഇത് മസാജിങ് ആണോ? മസാജിങ് ചെയ്ത് ഹെഡ് മസാജ് ചെയ്യുന്ന പക്ഷിയാ. ഈ ഓസ്ട്രേലിയൻ വീടാ. ഓഹോ. ഓസ്ട്രേലിയൻ വീടാ. 25,000 രൂപ ഈ പക്ഷിയുടെ വില. വീട് ഇതെല്ലാം 75,000 രൂപയുടെ ഒരു വീടിന്. പെർ ബേഡ് 75,000 റുപ്പീസ്. മസാജിങ്. അത് തത്തമ്മയുടെ തല മൊത്തം നോക്കണം. നമ്മളിങ്ങോട്ട് മാറുമ്പോൾ തന്നെ ഒരു ഫ്രൂട്ട്സിൻ്റെയും ഫ്ലവേഴ്സിൻ്റെയും ഒരു ഫുള്ള് തോട്ടമുണ്ട് ഇവിടെ. അതിമനോഹരമായൊരു തോട്ടമാണ്. Ik glaube, dat is een fruit. ധോയാശു? വൗ. അതവിടെ വീട്ടിലുണ്ട്. അതൊരു തരം ചെടിയൊക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിൽ വളരുമല്ലേ? താഴെ ഇറങ്ങാതിരിക്കൂല. വരാം, പാറ്റോ താഴെ. ഫ്രണ്ട്സേ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യണേ. നമ്മൾ ഉള്ളിലെല്ലാം കഴിഞ്ഞ് നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് ഒരു വലിയൊരു ആർട്ട് ഗ്യാലറി ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു ആർട്ട് ഗ്യാലറി ഉണ്ട് ഇവിടെ. ആർട്ട് ഗ്യാലറി